ഹായ്, എൻ്റെ പേര് ധന്യ ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ കൽപ്പറ്റയിൽ നിന്ന് എൻ്റെ വീടായ മീനങ്ങാടിയിലേക്ക് പോകുമ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ കുറച്ച് വൈകിയിരുന്നു ഒന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അറൗണ്ട് 8 മണിക്കായിരുന്നു. അപ്പോൾ വന്നൊരു ബസ് ഞാൻ ചാടിക്കേറി ബസ്സിൽ കയറിയിരുന്നു, ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ കുറേ നേരമായിട്ട് ഞാനിങ്ങനെ ഓൺലൈനൊന്നും വരാത്തതുകൊണ്ട് അപ്പം തന്നെ മൊബൈൽ എടുത്ത് വാട്സാപ്പ് നോട്ടിഫിക്കേഷനും ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനും ഒക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു വലിയ പാട്ട് കേട്ടു. അപ്പോൾ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ പാട്ട് കേട്ടത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു, ബസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഉപ്പ ആണ് പാട്ട് പാടുന്നത്. എണീറ്റൊക്കെ നിന്ന് വളരെ വിശാലമായിട്ടാണ് പുള്ളി പാട്ട് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ അന്തമില്ലായ്മ ഒരു കമന്റ്സിലേക്കും ചിരിയിലേക്കും കളിയാക്കലിലേക്കും ഒക്കെ മാറി. കുറച്ചു പേരും ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്നുള്ള ഭാവത്തിലിരുന്നു. കുറച്ചു പേർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരു ഭാവത്തിലിരുന്നു. ഞാനൊക്കെ അങ്ങനെയായിരുന്നു ഇരുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനവിടെ മിണ്ടാതിരുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിന് തൊട്ട് ബാക്കിലുണ്ടായിരുന്ന രണ്ടാൾക്കാർ തമ്മിൽ ഇങ്ങനെ പറയാ, ഇങ്ങനെ നൊസ്സൊക്കെ ഇറങ്ങണമെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ബസ്സിലൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നത് എന്നിങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ആ ഉപ്പയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ആ കൂടേണ്ട ഉമ്മയെ കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചിട്ടിരുന്നത്. അവരാകെപ്പാടെ ഡിസ്റ്റർബ്ഡായി, ഭയങ്കര സങ്കടത്തോടെ, നിസ്സഹായതയും അപമാനവും എല്ലാം കൂടി ആയിട്ടൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഉപ്പാനെ ഇരുത്താനും സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും കേൾക്കുന്ന ഒരു ഇതിലായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് എൻ്റെ തൊട്ട് മുമ്പിലിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു ഫ്രീക്ക് പയ്യൻ. അവൻ പെട്ടെന്ന് എണീറ്റിട്ട് പറഞ്ഞു, എന്തിനെങ്ങനെ നിങ്ങളിങ്ങനെ ചിരിക്കണേ, നമ്മൾ എന്തായാലും വെറുതെ ഇരിക്കില്ല, നമുക്ക് പാട്ടൊക്കെ കേട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടെ പോവാലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഉമ്മാന്റെ അടുത്ത് പോയിട്ട്, ഉമ്മ സങ്കടപ്പെടുന്നു വേണ്ട, നമുക്ക് പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് പോവാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ പയ്യൻ അവരടുത്ത് പോയിട്ട് ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോ അതുവരെ കളിയാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കൊന്ന് നിശബ്ദരായി. അതോടെ ആ ഉമ്മയൊന്ന് കുറച്ച് റിലാക്സ്ഡ് ആയി എന്ന് തോന്നുന്നു. അവര് ഇരുന്നു, സീറ്റിലിരുന്നു, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി അവര്. മുട്ടിലാണ് അവർക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. മുട്ടിൽ ഇറങ്ങുന്നത് വരെ ആ പയ്യൻ അവരുടെ കൂടെ തന്നെ നിന്നു. അപ്പൊ ഉമ്മ കുറച്ച് റിലാക്സ് ആയി. പക്ഷെ ഉപ്പ പാട്ടൊന്നും നിർത്തില്ല, അദ്ദേഹം ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി, മുട്ടിലെത്തിയപ്പോൾ ഇറങ്ങി. അപ്പൊ നേരത്തെ ബസ്സിലുണ്ടായ അതേ സീനുകളൊക്കെ അവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എല്ലാവരും തുറച്ചു നോക്കാൻ തുടങ്ങി, കമന്റ്സ് പറയാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ പോട്ടെ. ഞാൻ പറയുന്നത് ആ പയ്യനെ കുറിച്ചാണ്. അത്രയും നേരം ആ ഉമ്മ അനുഭവിച്ച ഒരു ടെൻഷൻ കുറച്ചു നേരത്തേക്കെങ്കിലും ഇല്ലാതാക്കാൻ ആ പയ്യന്റെ രണ്ട് വാക്കുകൾക്ക് പറ്റി എന്നുള്ളതാണ്. അത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാല്, ആ ഉമ്മ ഇറങ്ങി പോകുന്ന സമയത്ത് ആ പയ്യന്റെ കൈ പിടിച്ച് 2 മിനിറ്റ്, ഒരു കുറച്ച് സമയം അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. കൽപ്പറ്റ നാരായണ മാഷ് എഴുതിയതുപോലെ, വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ എന്നൊക്കെ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും അതായിരുന്നു ആ ബസ്സിൽ നടന്നത്. ആരുമില്ലാത്ത നിൽക്കുന്ന സമയത്ത് എവിടെ നിന്നോ വന്ന ഒരാള്, എവിടെ നിന്നോ വന്നൊരു പയ്യൻ കുറച്ചു നേരത്തേക്കെങ്കിലും ആ ഉമ്മയ്ക്ക് ആരൊക്കെയോ ആയി അവരൊന്ന് റിലാക്സ് ആവാൻ സഹായിച്ചു. വളരെ അഭിമാനമുണ്ട് ആ പയ്യനെ ഓർത്തിട്ട്, അവന്റെ അച്ഛനെ ഓർത്ത്, അവന്റെ അമ്മയെ ഓർത്ത്. സ്നേഹം, അഭിമാനം.